എനിക്ക് തോന്നുന്നു 2015 പ്രേമം, മൊയ്തീൻ, അനാർക്കലി ഈ 3 പടങ്ങളാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ അവസാനത്തെ ലവ് സ്റ്റോറി എന്ന രീതിയിൽ നമുക്ക് മലയാളത്തിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു അല്ലേ? അതിൽ തന്നെ ഒരുപാട് പേര് ഫേവറേറ്റ് അനാർക്കലി ആയിരിക്കും. മൊയ്തീനാട് മേലെ റേറ്റ് ചെയ്യണവരുണ്ട്. അതും ഇറങ്ങിയ സമയത്ത് ഏറ്റവും വലിയ വിജയം മൊയ്തീൻ മൊയ്തീൻ തന്നെയായിരുന്നു. പക്ഷെ തന്നെയായിരുന്നു. അനാർക്കലി മൊയ്തീനേക്കാളും മുകളിൽ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും നിലവിൽ കൂടുതൽ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കണക്റ്റിംഗ് ഫാക്ടർ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് സിനിമയിൽ, അല്ലെങ്കിൽ ലവ് സ്റ്റോറിക്ക്. ഇപ്പൊ കൽബ് കുറെ പേര് ജെൻസികൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ആ ഒരു പ്രായത്തിന് ടാർഗറ്റ് ചെയ്യണ സിനിമയായി കൂടെ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഇപ്പോഴത്തെ ഒരു തലമുറ, അതായത് ജെൻസി കിഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് വേണ്ടി മേക്ക് ചെയ്തെടുത്തൊരു സിനിമയാണ്. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ കണക്ട് ആയിട്ടുള്ള സിനിമയാണത്. അപ്പൊ ഇപ്പൊ ഈ സയ്യാര എന്ന് പറയുന്ന സിനിമ പോലും അവിടുത്തെ യൂത്ത് ഓഡിയൻസിന് വളരെ നല്ല രീതിയിൽ കണക്ട് ആയ സിനിമയാണ്. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോ നമ്മുടെ 80s 90s സിനിമകൾ പറയുമ്പോൾ അതിനങ്ങനെ ഒരു ഏജ് ബാരിയേഴ്സ് ഇല്ല എന്നുള്ളതാണ്. അത് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഇന്നലെ കാണുന്ന ഏതൊരു പ്രേക്ഷകനും ആ സിനിമ കണക്ട് ആവും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഏജിൽ നമ്മൾ തോന്നണത് കൂടെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ കണ്ട എത്ര ഈ പറയുന്ന ജെൻസിക്ക് 15 വയസ്സിന് താഴെയുള്ള, അല്ലെങ്കിൽ പത്മരാജന് തൂവാന തുമ്പികള്, എനിക്ക് തോന്നുന്നു അതൊക്കെ കണ്ടവർ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപൂർവങ്ങൾ തന്നെ ആയിരിക്കും.